അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അൽ അതുമ്മാനിൽ അക്മലാനി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ പ്രവർത്തകരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സുന്നത്ത്, ബിദ്അത്ത്, ഇത് രണ്ട് അറബി പദങ്ങളാണ്. ഈ സുന്നത്ത്, ബിദ്അത്ത് എന്ന അറബി പദങ്ങൾ, അതിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയത് മുതൽ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെയുള്ള 23 വർഷത്തെ ജീവിതത്തിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായിട്ടുള്ള 6000-ൽ പരം ആയത്തുകൾ അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ ആയത്തുകളുടെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞതും അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ചതും അവിടുന്ന് അംഗീകരിച്ച് അനുവദിച്ചതുമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരികമായ വ്യാഖ്യാനമാണ് സുന്നത്ത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രവാചകന്റെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും സ്വന്തം ഇച്ഛപ്രകാരം പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹു വഹിയിലൂടെ ഇറക്കിക്കൊടുത്തതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി നമ്മളോട് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സുന്നത്താണ്, ചര്യയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നതാണ്. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുകയും അതിന് മൗനാനുവാദം നൽകിക്കൊണ്ട് അംഗീകരിച്ച് നൽകുകയും ചെയ്താൽ ഈ 3 കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്, ഖുർആനിൻ്റെ പ്രായോഗിക രൂപമാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ റുക്കൂ ചെയ്യണം, നിങ്ങൾ സുജൂദ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളാണ്. പക്ഷെ നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ്, റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിലെന്ത് പ്രാർത്ഥിക്കണം, അതിൻ്റെ സമയം ഏതാണ്, ഏത് സമയത്ത് നിസ്കരിക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വിശുദ്ധ ഖുർആന് വിവരിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സക്കാത്ത് കൊടുക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരൊക്കെ സക്കാത്ത് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ള കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ, എല്ലാ ഇബാദത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിവാഹം, തലാക്ക്, അതുപോലുള്ള മനുഷ്യയുമായ ജീവിതസ്പർശിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകനാണ് നമുക്ക് ചെയ്തു കാണിച്ചു തന്നത്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മാറ്റി നിർത്തിയാൽ ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് തികച്ചും അപൂർണമാണ് എന്നാണ് നാം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം നബിചര്യ എന്ന് പറയുന്ന ചര്യ ഇല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഖുർആൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചര്യ നമ്മൾക്ക്, പ്രവാചക ചര്യ നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു നഹ്ലിലെ 44-ാമത്തെ ആയത്തിൽ, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം
വഅൻസൽനാ ഇലൈക ദിക്റ, പ്രവാചകരെ അങ്ങേക്ക് നാം ഈ പ്രമാണമാകുന്ന വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇറക്കിയത്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ അവർക്ക് നീ വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വിശുദ്ധ ഖുർആനെ ഒന്നാമതായിട്ട് വ്യാഖ്യാനിക്കേണ്ടതും ഖുർആനെ വിവരിക്കേണ്ടതും ഒന്നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒന്നാമത്തെ അധ്യാപകൻ. ആ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ആ ഉത്തരവാദിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു കോട്ടവുമില്ലാതെ, യാതൊരു ന്യൂനതയും വരുത്താതെ, ഒരു കുറവും വരുത്താതെ അത് യഥാവിധി കൃത്യമായി കൊണ്ട് തന്നെ ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ കാര്യങ്ങളും അവരുടെ കർമ്മങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ജീവിത രീതിയും എല്ലാം തന്നെ ആ പ്രവാചകനിലേക്ക് നോക്കിക്കൊണ്ടാവണം. എങ്ങനെയാണ് പ്രവാചകൻ വസ്ത്രം ധരിച്ചത്, എങ്ങനെയാണ് പ്രവാചകൻ കുടുംബജീവിതം നയിച്ചത്, എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നോക്കിയാകണം ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലെ പ്രവർത്തികൾ. ഇബാദത്തുകളാണെങ്കിൽ പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു, എന്ത് ചൊല്ലാൻ പഠിപ്പിച്ചു, ആ രീതി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവന് സുന്നത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥവും അതിന്റെ വിവരണമായിരിക്കുന്ന പ്രവാചക സുന്നത്തും ഈ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം അതിൽ നിന്ന് ഒരു മനുഷ്യൻ അവന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ വഴിപിഴക്കുകയില്ല. എന്താണത്? കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത്ത റസൂലിഹി, ആ പ്രവാചകന്റെ ചര്യയാണ്. ഇത് രണ്ടുമാണ്. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം, മറ്റൊന്ന് ആ ഗ്രന്ഥത്തെ വിശദീകരിക്കുന്ന പ്രവാചക ചര്യ. അപ്പോൾ വഴിതെറ്റാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കണമെങ്കിൽ ഈ രണ്ട് മാർഗം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രവാചകചര്യ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്കതിൻ്റെ മാതൃകകളുണ്ട്, എങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്നൊക്കെ. അതാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ആ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ആ പ്രവാചകന്റെ ചര്യകൾ ഞാൻ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥനാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന ഒരു വിശ്വാസം അവൻ അതിലൂടെ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അതാണ് നബിചര്യ സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഉണ്ടായിരിക്കണം. അതാണ് സുന്നത്ത്. രണ്ടാമത് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നവീനമായുള്ളത്, പുതുതായി നിർമ്മിതമായത് എന്നാണ് അതിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ഹദസ്, അതായത് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇവിടെ മതത്തിൽ ഇസ്ലാമിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇല്ലാത്തതും സഹാബത്തിന്റെ കാലശേഷം ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതുമായിട്ടുള്ള പുതിയതായ ഉണ്ടായ കാര്യങ്ങൾക്കാണ് മതത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾക്ക് ബിദ്അത്ത് അത് വർജിക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബിദ്അത്താണത്. അതുകൊണ്ട് സുന്നത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയുന്ന അനുസരിച്ച് ബിദ്അത്തിന്റെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാനമാണ് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, ഓ പ്രവാചകരെ അങ്ങയുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള അതിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, പ്രബോധനം ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, നീ താങ്കൾ പ്രവാചകരെ ആ കാര്യങ്ങൾ ഈ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ ദൗത്യം നിർവഹിച്ചു കൊടുത്തിട്ടില്ല. അതായത് തബ്ലീഗ് പ്രബോധനം ചെയ്തിട്ടില്ലെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അഥവാ ഇസ്ലാം പൂർണ്ണമായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യം
വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കലാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പോകുന്നത്. ഇനി ഒന്നും ഈ മതത്തിലേക്ക് പുതുതായി കടത്തിക്കൂട്ടാനില്ല. എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്, പൂർണ്ണമാണ്. ഇനി ഇസ്ലാമിൽ ഒന്നും ഒരാൾക്കും കടത്തിക്കൂട്ടാനുള്ള അവകാശമില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമാക്കി വിശദീകരിച്ചു തന്നു. അവിടുന്ന് ലക്ഷത്തിൽ പരം സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് അറഫയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്താകുന്ന ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് അനേകം സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇതോടെ ഇസ്ലാം സമ്പൂർണമായി. ഇനി ഇസ്ലാമിലേക്ക് ഒരു നിയമം നല്ലതല്ലേ എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടാനില്ല. എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയുണ്ട് എന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മുസ്ലിം പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു നന്മയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. കാരണം സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട മുഴുവൻ നന്മകളും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞത് ദീൻ പൂർത്തിയാക്കി തന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു പ്രവാചകൻ വരാനില്ല, ഇനി വഹി വരാനില്ല. വഹി നിലച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും തന്നെ ഇതിലേക്ക് കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായി ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് പ്രഖ്യാപിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏൽപ്പിച്ച ആ ദൗത്യം അത് കൃത്യമായി നിർവഹിക്കുകയുമുണ്ടായി. അവസാനത്തെ ഹജ്ജിൽ വെച്ചുകൊണ്ട് ഈ ആയത്തിറങ്ങിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബാക്കളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? പ്രവാചകന് അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് 3 പ്രാവശ്യം ചോദിച്ചു. സഹാബാക്കൾ ഒന്നടങ്കം മറുപടി പറഞ്ഞു, ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനെ നിങ്ങൾ ബല്ലഗ്ത റിസാല, ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. ഈ ജനസമുച്ചയത്തെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, റബ്ബേ എന്നെ നീ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഞാൻ നിർവഹിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇനി ഇതിലൊന്നും വരാനില്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇനി ഈ മതത്തിൽ പുതുതായി ആരെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ എന്ന് പറഞ്ഞാൽ അത് മർദൂദുൻ, തള്ളപ്പെടേണ്ടതാണ്, ഒന്നും സ്വീകാര്യമല്ല. അത് എന്ത് തന്നെയായാലും ശരി. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഈ മതത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊക്കെ വഴികേടിലാണ്, അത് നരകത്തിലാക്കാണ്. നമ്മൾ എല്ലാ സമയത്തും എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ കേട്ടുപഠിപ്പുള്ള പ്രവാചകന്റെ ഒരു വചനങ്ങളുണ്ട്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. ഇനി പുതുതായി ഉണ്ടാക്കുന്നത് മുഴുവൻ ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടുകളാണ്. ഒരു നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടൊന്നില്ല, എല്ലാം വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ ആ കാര്യം അവൻ നോക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുണ്ടോ, പ്രവാചകൻ അത് കാണിച്ചു തന്നിട്ടുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് പ്രവാചകനിലേക്കുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ 2 അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത്, ഈ സുന്നത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എന്തൊക്കെയാണ് സുന്നത്ത്, എന്തൊക്കെയാണ് ബിദ്അത്ത് എന്നുള്ളത്. ഇപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ മാസമായി. റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാണ് എന്നതിൻ്റെ പേരിൽ, സ്നേഹത്തിന്റെ, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നബിദിനാഘോഷം കൊണ്ടാടുന്ന ഒരു അവസ്ഥ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ വന്നുകൂടിയിരിക്കുകയാണ്. പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി അവന്റെ ജീവനേക്കാളും അവൻ എല്ലാത്തിനേക്കാളും സ്നേഹിക്കണം എന്നുള്ളതാണ്. പക്ഷേ
ആ പ്രവാചക സ്നേഹത്തിന് ഏതെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടുത്തെ സഹാബികളാരും ചെയ്തു കാണിച്ചിട്ടില്ല. അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ ആരും തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓരോ വർഷം കഴിയും തോറും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ ദുന്യവിയായ ഭൗതികമായ പല കാര്യങ്ങളും ഇവിടെ പുതുതായിട്ടുണ്ടാകും. അത് മതത്തിനെതിരല്ലെങ്കിൽ നമുക്കത് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എങ്ങനെ റോഡ് വെട്ടണം, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരപ്പുറത്തല്ലേ അല്ലെങ്കിൽ കഴുതപ്പുറത്തല്ലേ ഒട്ടകപ്പുറത്തല്ലേ യാത്ര ചെയ്തത്? നിങ്ങൾ എന്തിനാണ് കാറിൽ യാത്ര ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് ബിദ്അത്തല്ലേ എന്ന് പറയുന്ന ആ ബിദ്അത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മതത്തിൽ ഒരു പുണ്യമുണ്ട് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന നന്മകൾ, ആ നന്മകളാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതായത് ഇന്ന കാര്യം ചെയ്താൽ അതിന് പുണ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യമാണെങ്കിൽ അത് ബിദ്അത്താണ്. അത് നരകത്തിലേക്കുള്ള കുല്ലു ദലാലത്തും ഫിന്നാർ എന്ന് പറഞ്ഞതിലാണ് പെടുക. അതുകൊണ്ട് നമ്മൾ റബീഉൽ അവ്വൽ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പള്ളികളും റോഡുകളും എല്ലാം തോരണങ്ങൾ തൂക്കി, അതുപോലെ തന്നെ കമാൻഡറുകൾ റബീഉൽ അവ്വലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡുകൾ വെക്കുന്നു. ഇതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന പേരിൽ ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായിട്ടൊക്കെ ചൊല്ലുന്ന മാല മൗലൂദുകൾ, ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവ്വലിൽ വെച്ച് നബിദിനത്തിന്റെ ആ ദിവസത്തെ റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചതെന്നും 8-നാണെന്നും 9-നാണെന്നും 13-നാണെന്നും ഒക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, ഇന്ന് പുണ്യമുള്ള ദിവസമാണ്, ഇന്ന് പ്രത്യേകം അന്നദാനം ചെയ്യണം, പ്രവാചകന്റെ മേൽ പ്രത്യേകം ഒരു സലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇമാമുകൾ പഠിപ്പിച്ചതായിട്ടോ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. നമുക്കറിയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് അമ്മോശന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും. ആ അമ്മോശന്മാരായ അവരുടെ കാലത്ത് അവരെപ്പോഴെങ്കിലും പ്രവാചകന്റെ പേരിൽ ഇന്ന് ജന്മദിനമാണ്, പ്രവാചകന്റെ റബീഉൽ അവ്വൽ മാസമാണ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ഒരു പുണ്യകർമ്മം ചെയ്തതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമക്കളാണ്. അവരും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രവാചക സഹാബികൾ, ആ ലക്ഷത്തിൽ പരം വരുന്ന സഹാബികൾ, ഒരൊറ്റ സഹാബി പോലും ഇന്ന് നബി ജനിച്ച ദിവസമാണ് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസമാണ് എന്ന് പറഞ്ഞ് അന്നൊരു മൗലൂദോ ഒരു പാരായണമോ ഒരു സലാത്തോ ഒരു സ്കൗട്ട് സംഘടിപ്പിക്കലോ ഒരു ദഫ് മുട്ടലോ അല്ലെങ്കിൽ അതിൻ്റെ പേര് എന്തെങ്കിലും ഒരു ബാനർ തൂക്കൽ പോലും അവിടുന്ന് ഉണ്ടായിട്ടില്ല. കാരണം അവർക്കൊന്നും നബിയോട് സ്നേഹമില്ലാനിട്ടല്ല, അത് പ്രവാചക ചര്യയല്ല. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുണ്ട്. ഒരൊറ്റ പ്രവാചകൻ ജനിച്ച തീയതിയോ ഒരു പ്രവാചകന്റെ മരണപ്പെട്ട ദിവസമോ ഒന്നും തന്നെ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്തുകൊണ്ട്? മരണ ദിവസങ്ങൾ അതിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യങ്ങളുമില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏകദേശം 1/2 നൂറ്റാണ്ട് കാലത്തോളം ജീവിച്ച മഹദി ആയിഷ റളിയല്ലാഹു അൻഹ 49 റബീഉൽ അവ്വൽ എന്തായാലും ഇവിടെ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇന്ന് എൻ്റെ പ്രവാചകൻ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ് ഒരു കാരക്കയുടെ ചീളെങ്കിലും അവിടുന്ന് ധർമ്മം ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് വിപുലമായി സംഘടിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇല്ല. കാരണം അത് മതത്തിലില്ലാത്ത ബിദ്അത്തുകളാണ്. അവരാരും അതൊരു പുണ്യദിനമായി കണ്ടിട്ടില്ല. അതിനെ ഒരു ഇബാദത്തായി കാണുകയോ അതിനെ സന്തോഷിക്കുകയോ അവർ ചെയ്തിട്ടില്ല എന്നാണ്. അതേപോലെ തന്നെയാണ് പ്രാർത്ഥനകൾ. മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനകൾ അനിവാര്യമാണ്. 100കണക്കായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ പ്രാർത്ഥനയുണ്ട്, തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇങ്ങനെ 100കണക്കിൽ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകളൊക്കെ എല്ലാവരും സംഘടിതമായിക്കൊണ്ട് എല്ലാവരും കൂടിയിരുന്ന് ഒരാൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവരൊക്കെ ആമീൻ പറയുന്ന രീതിയല്ല.
മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ സംഘടിതമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു തന്നോ ആ സമയത്ത് നമുക്ക് സംഘടിതമായിട്ട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ അവിടുന്ന് ഒറ്റക്കൊറ്റക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഏതെങ്കിലും ആളുകളെ മുസ്ലിയാക്കന്മാരെയോ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് അവര് നേതൃത്വം നൽകി നമ്മളതിന് ആമ്യം പറയുന്ന സമ്പ്രദായം ഇപ്പടുത്ത കാലത്ത് നമ്മളെ ദീനിലേക്ക് കടന്നു വന്നതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു മരണപ്പെട്ട വീട്ടിൽ ചെന്നാൽ ആ മരണപ്പെട്ട വീട്ടിൽ ചെന്നാൽ സുന്നത്താണ്, ആ മരിച്ച മയ്യത്തിനെ കാണുമ്പോഴുള്ള പ്രാർത്ഥന സുന്നത്താണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹു മഗ്ഫിർലി ഹാദൽ മയ്യത്ത്, പടച്ചവനെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, വർഹംഹു, അവന് റഹ്മത്ത് ചെയ്യണേ, അവരുടെ ഖബർ വിശാലമാക്കണേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പുരോഹിതവർഗം മുസ്ലിയാക്കന്മാർ അവിടേക്ക് കടന്നു വന്നാൽ അവരവിടെ വന്നിരുന്ന് എല്ലാവരെയും കേൾക്കത്തക്ക രീതിയിൽ അൽ ഫാത്തിഹ എന്ന് വിളിച്ച് അവിടെ യാസീനോതി സൂറത്തുകളോതി അയാൾ എന്തൊക്കെയോ മനഃപ്പാടമാക്കി വെച്ച അറബി പദങ്ങൾ അത് അയാൾ ഉരുവിടുകയും മറ്റുള്ളവർ ആമ്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് പ്രവാചക ചര്യയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അവിടെ ആ ബിദഅത്ത് എന്ന് പറയുന്ന കൂട്ടുപ്രാർത്ഥന അവിടെ വന്നപ്പോൾ അവിടെ സുന്നത്ത് നഷ്ടപ്പെട്ടു. അവിടെ വരുന്നവരൊക്കെ നോക്കി നിൽക്കുന്ന നോക്കുകുത്തികളായി മാറി. അല്ലെങ്കിൽ മയ്യത്തിനെ അവർ വന്ന് കണ്ടുപോവുക എന്നുള്ള അതൊരു സുന്നത്ത് തന്നെയല്ല മയ്യത്തിനെ കാണുക എന്നുള്ളത്. അവിടെ അത് ഒരു ചടങ്ങായി മാറി. കാരണം സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടു. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ടതിന് പകരം ഒരാൾ ചെയ്യുന്നു, അയാൾക്ക് ഇങ്ങോട്ട് അതിന് പൈസയും കൊടുക്കുന്നു. പണ്ട് കാലത്ത് ഏതെങ്കിലും പള്ളിയിലെ കാളിയർ മാത്രമാണ് വരുന്നത്, അങ്ങനെയല്ല. ഓരോ മുസ്ലിംമാരും ഒറ്റക്കൊറ്റക്ക വരിക. ഓരോരുത്തർ വന്നിട്ട് അൽഫാത്തിഹ എന്നിട്ട് അയാൾ കഴിഞ്ഞ് അയാൾ തുറന്നു പോകുമ്പോൾ വേറെ ആള്. ഇവർക്കൊക്കെ വേണം കാശും. ഇവിടെ ആമിയം പറഞ്ഞ് നമ്മളെല്ലാവരും ആമിയം പറച്ച ഇവർക്കൊന്നും പൈസ അല്ല, ഈ പ്രാർത്ഥിച്ച മുസ്ലിംക്ക് മാത്രം പൈസ. ഇങ്ങനെ സമ്പത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടി, ഇതിനു വേണ്ടി ആളുകൾ എന്ത് ചെയ്യാണ്? ബിദ്അത്തുകൾ ഇങ്ങനെ കടത്തിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ ഗൾഫ് പോവുകയാണെങ്കിൽ അവിടെയും അൽഫാത്തിഹ, ഒരു കട ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അവിടെയും അൽഫാത്തിഹ, എന്തൊരു പരിപാടി ഉണ്ടാകുകയാണെങ്കിലും അവിടേക്ക് അൽഫാത്തിഹ എന്ന് പറഞ്ഞ് അവിടെ ഒരു സംഘടിതമായിട്ടുള്ളൊരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചര്യയിലില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും വ്യക്തികൾ തമ്മിൽ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരാൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനും എന്ത് ചെയ്യാണ്? പള്ളിയിലെ കാളിയർ വേണം, അവർ വന്ന് കൂട്ടുപ്രാർത്ഥന നടത്തണം എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. ആ കയറി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തില് ഒരു പ്രത്യേക അടയാളവും എന്ന് പറഞ്ഞാൽ സുഗന്ധം പൂശിയ അടയാളവും സുഗന്ധവും അടിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിച്ചു, എന്താണ് പതിവില്ലാത്തൊന്ന്? ഇന്ന് വല്ലാതെ അത്രയൊക്കെ പൂശിയിട്ടുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു കല്യാണം കഴിച്ചു. അപ്പൊ ഇതൊന്നും എല്ലാവരെയും അറിയിക്കേണ്ട വിഷയമല്ല. ഞാനൊരു കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്നിട്ട് പറഞ്ഞു, ഔലിൻ വലൗ ബിശാത്തിൻ, ഒരാടിനറുത്തിട്ടെങ്കിലും വലിയമത്ത് സൽക്കാരം ചെയ്യണം. അവിടെ ഞാൻ ഇവിടുത്തെ പ്രവാചകനാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കാളിയരാണ്, എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാണ്? ബഹിഷ്കരിക്കുകയോ ചെയ്തില്ല. ഇന്നിവിടെ മതത്തിന്റെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പൗരോഹിത്യത്തിന് അവരുടെ നേതൃത്വമില്ലെങ്കിൽ ഒന്നും നടക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും അവർ വേണം, അവർ പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിച്ചാലേ നമുക്ക് പ്രാർത്ഥന ശരിയാവുള്ളൂ എന്നുള്ള പോലെ ഖബർ സിയാറത്ത് സുന്നത്താണ്. നമ്മൾ ഓരോരുത്തരും അവരവർ അവരുടെ മാതാപിതാക്കളെ, മരണപ്പെട്ട ബന്ധുക്കളുടെയൊക്കെ ഖബർ സന്ദർശിച്ച് അവനവർ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിന് ഒരാളെ ഏൽപ്പിച്ച് കൈക്കൂലി കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കലല്ല ചെയ്യേണ്ടത്. അതാണ് സുന്നത്ത്. സഹോദരന്മാരെ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, ഒരു പുതിയപ്പിള ഇറങ്ങുകയാണെങ്കിലും ഏത് ദിവസത്തിലും എല്ലാ കാര്യത്തിലും ഇവിടെ പൗരോഹിത്യം ഇടപെടുന്നു. അതൊക്കെ ബിദ്അത്തുകളാണ്. അവിടെ ഈ ബിദ്അത്തുകൾ വരുന്നിടത്തൊക്കെ സുന്നത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 10-30 വർഷം മുമ്പ് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാൻ കഴിയും, ഒരു 30 വർഷം മുമ്പ് ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ച ആളുടെ വീട്ടിൽ 3-ാം ദിവസം ഒരു 70,000 ദിക്റുകൾ ചൊല്ലുന്ന സമ്പ്രദായം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പം അടുത്ത കാലത്ത് വന്നൊരു കാര്യമാണ്. അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് അവിടെ ഒരു 3 കഴിച്ചതോ, അല്ലെങ്കിൽ ഒരു ദിക്റ്, പിന്നെ മരിച്ച ആൾക്ക് വേണ്ടി ഒരു ദിക്റ് ചൊല്ലുന്ന സമ്പ്രദായം, അല്ലെങ്കിൽ 7-ന്, ഒരു 40-ന്, അല്ലെങ്കിൽ ഒരു ആണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന സമ്പ്രദായങ്ങൾ ഇസ്ലാമിൽ എവിടെയും ഒരു രേഖയും നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ബിദ്അത്തുകളാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൗലിദ് പാരായണങ്ങൾ,
ഹദ്ദാദ് റാത്തീബ്, കുതുബിയത്ത്, ഇങ്ങനെ പലതരം ബൈത്തുകളും പദ്യങ്ങളുമായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് അറിയാത്തത് അവര് ജനങ്ങൾക്ക് നേതൃത്വം നൽകി ചെയ്യുന്നു. അതിനുവേണ്ടി അവരാളുകളിൽ നിന്ന് സമ്പത്ത് അവര് കൈക്കലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ദിക്റുകളാണ് അത് ചൊല്ലുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ കുറെ സ്ത്രീകളും കുറെ ആളുകളും അതിന്റെ പേരിൽ ഒരുമിച്ച് കൂട്ടി അതിനുവേണ്ടി ഒരു ചടങ്ങായിട്ട് കൂട്ടുന്ന ദുആ ചൊല്ലുന്നതിന് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും സലാത്തിന് വേണ്ടിയും ഒക്കെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ ബിദ്അത്തായ ഒരു കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഇങ്ങനെ നമുക്കിന്നൊരു ദുആ സമ്മേളനം നടത്താം, ഒരു മജ്ലിസുന്നൂർ നടത്താം, ഒരു ഹദ്ദാദ് റാത്തീബ് നടത്താം എന്ന് പറഞ്ഞിട്ട് സഹാബാക്കൾ ആരും ചെയ്തിട്ടില്ല. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വരുന്ന സന്ദർഭത്തിൽ അവിടെ കുറെ ആളുകൾ വട്ടമിട്ടിരുന്നു കൊണ്ട് ഒരാൾ പറയും കബ്ബിറു, നിങ്ങൾ തക്ബീർ ചൊല്ലണം. അപ്പൊ എല്ലാവരും അവിടുന്ന് കല്ലുകൾ മാറ്റി വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലും. പിന്നെ പറയും ഹല്ലിലു, അപ്പോൾ അവര് അൽഹംദുലില്ലാഹി എന്ന് പറയും. അതുപോലെ സബ്ബിഹു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലെന്ന് പറയുമ്പോഴും ഇവരിങ്ങനെ കല്ല് നീക്കിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലുകയാണ്. അവിടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, മാ അസ്റാ ഹലകതുക്കും ഹൗലായി സഹാബത്തു നബിയിക്കും മുതവഫിറൂന, നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ നശിച്ചു പോയത്. ഈ പ്രവാചകന്റെ അനുയായികൾ ഇപ്പോഴും ധാരാളമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. നബി ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ മതത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ചില റിപ്പോർട്ടുകളിലുണ്ട് അവരാ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണിക്കൂടെ എന്ന് പറഞ്ഞ സംഭവം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു സലാത്തല്ലേ, ഒരു തക്ബീറല്ലേ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലലല്ലേ, എന്താ കുഴപ്പം എന്ന് നമ്മൾ ചോദിക്കുന്നവരുണ്ട്. ഈ തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ചൊല്ലിയവരെയാണ് പള്ളിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ഈ ഒരൊറ്റ ഹദീസ് മതി ഇന്ന് പുതുതായി മതത്തിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള ഈ അനാചാരങ്ങളും ബിദ്അത്തുകളും ഒക്കെ എത്രമാത്രം മതത്തിൽ അതിന് പിൻബലമുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ ഇവിടെ ഇന്ന് രാവിലെ പറയുകയുണ്ടായി 600 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ നാരിയ സലാത്ത് എത്ര മഹത്വത്തോടെയാണെന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വെറും 600 കൊല്ലത്തിന്റെ പഴക്കമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന് പരിചയമില്ല, ഖുലഫാഉർ റാഷിദുകൾക്ക് പരിചയമില്ല, സഹാബികൾ ചൊല്ലിയിട്ടില്ല, ഇമാമുകൾ ചൊല്ലിയിട്ടില്ല, ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് കണ്ടിട്ടില്ല. അതേപോലെ 600 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഅലവി അൽ ഹദ്ദാദി എന്ന് പറയുന്ന ആള് ഉണ്ടാക്കിയ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത് ഇവിടെ ഇശാ നമസ്കാരങ്ങൾക്ക് ശേഷം പല പള്ളികളിലും ഹദ്ദാദുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മതത്തിന്റെ പിൻബലമില്ലാത്ത പുതുതായി കടത്തിക്കൂട്ടിയ 700 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബുർദ ബൈത്തുണ്ടാക്കിയത്. 400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹയ്യിദ്ദീൻ മാല ഉണ്ടാക്കുന്നത്. 400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മങ്കൂസ് മൗലൂദ് വരുന്നത്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അവിടുത്തെ ഉത്തമ നൂറ്റാണ്ടുകാരെന്ന് പറയുന്ന 3 ഉത്തമ നൂറ്റാണ്ടുകാരുടെ കാലത്തോ താബികളുടെ കാലം വരെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതാണ് ബിദ്അത്തുകൾ എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ബിദ്അത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ കുല്ലു ദലാലത്തും ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഹദീസിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ആ നബിദിനം പിന്നെ എന്തിനാണ് നമുക്ക് വേണ്ടത്? അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പ്രവാചകനിലൂടെ വിശദീകരിച്ച് അള്ളാഹു നമുക്ക് ഈ ആയത്തിലൂടെ ദീന് പൂർത്തിയാക്കി തരുമ്പോൾ ഇനി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഒരു ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഒരു വചനം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും മതത്തിൽ ഈ ഇസ്ലാമിൽ പുതുതായിട്ടൊരു ബിദ്അത്തുണ്ടാക്കി യറാഹ ഹസനതൻ, അത് നല്ലതാണ് എന്നവൻ കാണുകയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ വിശ്വസിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനിൽ ഏൽപ്പിച്ചിട്ടുള്ള സന്ദേശം ആ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ കരുതുന്നത്. കാരണം കാരണം അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഓതി കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ, ഈ ആയത്തിറങ്ങുമ്പോൾ എന്തൊക്കെ മതത്തിൽ ദീൻ ഇല്ലാത്തതുണ്ടോ ഫലാ യകൂനുൽ യൗമ ദീന, അതൊന്നും ഇന്നും
ദീനിലില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, സുന്നത്ത് എന്താണെന്ന് കൃത്യമായി നാം പഠിക്കണം. ബിദഅത്ത് എന്താണെന്ന് പഠിക്കുകയും ഗൗരവപൂർവ്വം അതിനെ കാണുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.